പടത്തിനെ കുറിച്ച് എന്താ പറയാ, വേറെ ലെവലല്ലേ, എന്താ പറയാ, വേറെ ലെവലുണ്ട്. വേറെ ലെവലല്ലേ പടം, വേറെ ലെവലല്ലേ. ഇങ്ങനെ ഒരു പടം പ്രതീക്ഷിച്ചിട്ടാണോ കയറിയത്? ഇങ്ങനെ പടം പ്രതീക്ഷിച്ചാൽ ഞാൻ ഈ പടം ഒരു പ്രാവശ്യം കണ്ട പടം. ഒരു പ്രാവശ്യം നമ്മുടെ ഞങ്ങളെ കൂടി അവിടെ ഇതിൽ ഫസ്റ്റ് സാധനം കണ്ടാവാം. പിന്നെ ഞാൻ വരാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആസിഫലിയുടെ അഭിനയം, അല്ലെങ്കിൽ നമ്മുടെ അഭിനയം വേറെ ലെവലാണ്. ഞാനപ്പോൾ അഭിനയം പഠിക്കാൻ പോണ ആളാണ്. അഭിനയം പഠിക്കാൻ പോകണമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അഭിനയം പഠിക്കാൻ പോണേലും വേഗം ഇവിടെ വന്നിരുന്ന ആളുടെ അഭിനയം കണ്ടാൽ നമുക്ക് ഒരുപാട് പഠിക്കാം. നമ്മൾ വീണ്ടും വീണ്ടും കാണും. ഇങ്ങനെയുള്ള പടങ്ങൾ വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് ആളെ എങ്ങനെയാണ് അഭിനയിച്ചേക്കണേ. കാരണം ഫസ്റ്റ് കാണുമ്പോൾ നമുക്ക് ആ പടത്തിന്റെ ത്രില്ലിൽ നമ്മളിരിക്കും. രണ്ടാമത് കാണുമ്പോൾ നമുക്ക് ആ പടം ആളെങ്ങനെയാണ് ചെയ്തേക്കണേ എന്നുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടും. അത് എന്നോട് ഇങ്ങനെ ഡയറക്ടർമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വീണ്ടും പടങ്ങൾ കാണാം, നല്ല ഇങ്ങനത്തെ പടങ്ങൾ കാണാം. എനിക്ക് തോന്നി ബെസ്റ്റ് പടം ആസിഫലിയുടെ കൊണ്ട് ഈ പടം തോന്നി. അങ്ങനെ വീണ്ടും കാണാൻ വന്നത്. എല്ലാവരും വന്ന് കാണാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ട്വിസ്റ്റാണ്. ട്വിസ്റ്റോട് ട്വിസ്റ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം തുടക്കം മുതൽ ലാസ്റ്റ് വരെ ട്വിസ്റ്റാണ്. പടം തീരുന്ന വരെ ട്വിസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പടം കാണാം. അത്രയും നല്ല ആയിട്ട് പടം എടുത്തിട്ടുണ്ട്. നമുക്ക് പറയാനുള്ളത് എന്താണ് പടം ഞാൻ പ്രതീക്ഷിക്കണം. എൻ്റെ പടം 2 മാസം കഴിഞ്ഞ് കല്യാണമാണ്. അപ്പം അത് കഴിഞ്ഞു ആളെ യൂസിന് എൻ്റെ അപ്പം അത് കഴിഞ്ഞിട്ട് പോയിട്ട് തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത്ര നാളിങ്ങനെ അഭിനയമൊക്കെ ഒന്ന് പഠിക്കണം. അത് ഞാൻ പരസ്യത്തിൽ പറഞ്ഞ പോലെ USA ഇംഗ്ലീഷ് നോക്കി പോകാനുള്ളതാണോ? പരസ്യമല്ലേ? അല്ല, അതിന് പ്ലാൻ ഉണ്ടോ എന്ന് നോക്കിയേ. നമ്മൾ പോയി നേടും. എന്നെ പറയാൻ കാര്യമുണ്ട്. ഈ മലയാളീസിന് സ്വഭാവമുണ്ട്. എവിടെ ചെന്നാല് നമ്മളെല്ലാം കയറി പിടിക്കും ഇല്ലേ? അങ്ങനെയല്ലേ? മലയാളീസ് എവിടെ ചെന്നാലും എന്തും നേടും. എല്ലാ കൺട്രികളും നോക്കി അവരെല്ലാം കൂടുതൽ നിറഞ്ഞു നിൽക്കുന്നത്. നമ്മളില്ലാത്ത സ്ഥലങ്ങളില്ലല്ലോ. മലയാളീസ് ഇല്ലാത്ത സ്ഥലമല്ല. അത് മലയാളീസ് എവിടെ കയറിയാലും അവർ പൊളിക്കും. അങ്ങനത്തെയാണ് മലയാളീസിന്റെ നമ്മുടെ സ്വഭാവം. അങ്ങനെയല്ലേ? കാരണം നിങ്ങൾ തന്നെ മീഡിയാസ് ആലോചിക്കും. അപ്പോൾ നിങ്ങളുടെ കഴിവെന്ന് വെച്ചാൽ എന്ത് സാധനവും പിടിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. നമ്മളെല്ലാ കാര്യത്തിലും മോഡുന്ന ആൾക്കാരാണ് അല്ലേ? അപ്പോൾ നമ്മളെവിടെ പോയാലും വിജയിക്കും. മലയാളീസ് എവിടെ പോയാലും വിജയിക്കും. ഉറപ്പാണ്. 100%. അത് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് നമ്മള് അമലപ്പോളിന്റെ മൂവി എന്ന് വെച്ചാൽ അവരുടെ ഇപ്പം ഞാൻ ആക്ടിങ് പഠിക്കാൻ പോകുന്നുണ്ട്. ആക്ടിങ് പഠിക്കാൻ പോണത് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആക്ടിങ് പഠിപ്പിക്കുന്ന ആൾക്കാരായാലും ആൾക്കാരുടെ ഡയറക്ടർമാരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നല്ല മൂവികൾ വീണ്ടും വീണ്ടും കാണും. അവരുടെ അഭിനയം വീണ്ടും വീണ്ടും കണ്ടു പഠിക്കും. ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ പടത്തിൻ്റെ ത്രില്ലാണ്. നമ്മൾ രണ്ടാമത് കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. കാരണം പടം നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമുക്കൊരു ഇപ്പം ആസിഫിൻ്റെ അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ അമലപ്പോളിൻ്റെ ഒക്കെ അഭിനയം കണ്ടിട്ട് നമുക്ക് ഒരു പഠിക്കാനും ഒരുപാടുണ്ട്. നമുക്ക് എന്താ ചെയ്യണം എന്താണെന്ന്. പിന്നെ പടത്തിൻ്റെ ലിസ്റ്റ് വേറെ ലെവലായതുകൊണ്ട് നമുക്ക് എന്താ പറയാൻ എനിക്കറിയില്ല. കാരണം അത്രയും നല്ല പടമാണ്. ആസിഫിൻ്റെ ആസിഫയിലും മറ്റേ അമലപ്പോളിലും ഒരു നാഷണൽ അവാർഡ് കിട്ടാൻ ഒരു 100% ചാൻസ് ഉള്ള പടമായിട്ട് എനിക്ക് തോന്നുന്നു. ഇതുപോലത്തെ റോളൊന്നും തീർച്ചയായിട്ടും ചെയ്യും. ആരെയും തരൂ. ഫിസിക്ക് മാറ്റേണ്ടി വന്നല്ലോ. ഈ ഫിസിക്ക് മാറ്റി നോക്കുന്നത് മണ്ണ് കുറച്ചിട്ടുണ്ടല്ലേ? അതിനുവേണ്ടി ഡയറക്ടർമാർ പറഞ്ഞിട്ട് ചെയ്യണത്. കാരണം ഇത്രയും കുറച്ചെങ്കിലും ആരും കേട്ടണ്ട. നമ്മൾ അത്രയും മണ്ണ് കുറച്ച് കൊണ്ടാണ്. കാരണം 2 പടം എഗ്രിമെന്റ് കഴിഞ്ഞാണ് അടുത്ത ഒരു പടം 3 പടമായിട്ടുണ്ട്. അപ്പോൾ 3 പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ മണ്ണ് കുറച്ചാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മസിലൊക്കെ കുടിച്ച് നടന്ന വീണ്ടായിട്ട് മാത്രം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു മസിലൊക്കെ കളഞ്ഞ് സാധാ ലുക്കിലേക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ ലുക്കിലേക്ക് മാറിയത്. അപ്പോൾ ദൈവം സഹായിച്ച് പടങ്ങളൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നു. പടം ചെയ്യാൻ വേണ്ടി മാത്രമാണ് സത്യം പറയാൻ ബിഗ് ബോസിൽ പോയത്. അത് ഒരു ആക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചാണ് അവിടെ പോയത്. വേറെ ഒന്നുമല്ല. കാരണം എനിക്ക് എല്ലാവരും ഇനാക്ഷൻ ചെയ്യണം കാണണം. അത് എനിക്ക് താല്പര്യമില്ല. നമുക്ക് ഫ്രണ്ട്സ് അതൊക്കെ ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ലാതെ അതല്ല നമ്മുടെ എയിം. നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്തതിന് ഭയങ്കര നന്ദിയുണ്ട്. ഒരുപാട് സപ്പോർട്ട് ചെയ്ത മീഡിയാസ്. നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്ന മീഡിയാസിനോട്. കാരണം പുറത്തിറങ്ങിയപ്പോഴും നിങ്ങൾ എന്നെ എന്തുകൂടി സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലാവണം. കാരണം ജനങ്ങൾ പറയുന്നതിലും കൂടുതൽ നിങ്ങൾ മീഡിയാസിനോട് പറഞ്ഞപ്പോഴും ഞാൻ പുറത്തേക്ക് വരണം. തീർത്താ നന്ദിയുണ്ട് എല്ലാവരോടും. എല്ലാവരും കല്യാണത്തിന് പറഞ്ഞോട്ടാ. കല്യാണം എപ്പോഴും ക്ഷണിച്ചു. കല്യാണത്തിന്